നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് സാംസങ്. ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺസ് വിറ്റുപോകുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് സാംസങ്. സാംസങ് ഫോൺ തന്നെ ഏറ്റവും നല്ല പ്രത്യേകതകളും ഉപയോഗിക്കാൻ നല്ല എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സാംസങ്ങിൻ്റെ ഫോണുകൾ കൂടുതലായി യൂസ് ചെയ്ത് വരുന്നു. പക്ഷേ ഈ സാംസങ്ങിൻ്റെയൊക്കെ പരസ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സാംസങ്ങിൻ്റെ പരസ്യം കുറച്ച് കഴമ്പുള്ള പരസ്യങ്ങളാണ്. കാരണം ഇവർ ഏറ്റവും കൂടുതൽ താരതമ്യപ്പെടുത്തുന്നത് ഐഫോണിനെ വെച്ചാണ്. ഐഫോണിന് ഇത്രയും പ്രത്യേകതകളുണ്ട്, എന്നാൽ ഇതിനേക്കഴിഞ്ഞും ഇരട്ടി പ്രത്യേകതയാണ് തങ്ങൾക്കുള്ളത് എന്നൊരു മട്ടിലാണ് ഈ സാംസങ് എപ്പോഴും പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സെയിൽ കൂടുന്നേ ഉള്ളൂ, അല്ലാതെ കുറയുന്നൊന്നുമില്ല. ഒരു താരതമ്യ പരസ്യം എപ്പോഴും അവനവൻ്റെ സെയിൽസിനെ കൂട്ടാനേ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കുറയ്ക്കാനൊന്നും ഇതിന് കഴിയത്തില്ല. ഈ ഒരു പരസ്യം വെച്ച് അവനവൻ്റെ സെയിൽസ് കൂട്ടാൻ 100% സാധിക്കുന്നുമുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഞാൻ ഇടയ്ക്കൊന്ന് ബാംഗ്ലൂർ വരെ പോയായിരുന്നു. അവിടെ ഒരു ബീച്ചിലാണ് പോയത്. അന്നേരം അവിടെ ചെറിയൊരു ഇളനീരിൻ്റെ കട കണ്ടു. കടയെന്ന് പറയാൻ വലിയ സംഭവമൊന്നുമില്ല. ആ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് ഇളനീര് കൂട്ടിയിട്ട് ഒരാൾ വിൽക്കുന്നുണ്ട്. അത് ഈ ചെന്തങ്ങിൻ്റെ ഇളനീര്. പക്ഷേ ഞാൻ അവിടെ നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊരു പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ എഴുതി വെക്കാറൊന്നുമില്ല. ഇവർ കുറച്ച് ഇളനീരിങ്ങനെ തൂക്കിയിടും. അത് കണ്ടിട്ട് ആൾക്കാർ വന്ന് ഇളനീര് കുടിച്ചിട്ട് പോകും. പിന്നീട് അവിടെ ആൾക്കാരെ കണ്ടുകൊണ്ട് ഇവിടെ നല്ല ഇളനീരാണെന്നൊക്കെ ഒരു മട്ടിലും ധാരണയിലും ആൾക്കാർ വണ്ടിയൊക്കെ ചവിട്ടി അവിടെ നിന്ന് ഇളനീര് കുടിച്ചിട്ട് പോകാറാണ് പതിവുള്ളത്. പക്ഷേ ഞാൻ ഈ ബാംഗ്ലൂർ കണ്ടത് എല്ലായിടത്തേക്കഴിഞ്ഞും ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു കച്ചവട രീതിയാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും. അവിടെ ഒരു പ്രത്യേകത, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡ് കുറച്ച് ആകർഷണീയമായിരുന്നു. അവിടെ എഴുതി വെച്ചേക്കുന്നത് സെപ്റ്റോയിൽ 80 രൂപ, ബ്ലിങ്കറ്റിൽ 80 രൂപ, ബിഗ് ബാസ്ക്കറ്റിൽ 75 രൂപ. അതിൻ്റെ താഴെ വേറൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, അവർ പ്രൈസ് 55 രൂപ. ആ കടയിൽ വിൽക്കുന്നത് 55 രൂപയ്ക്കാണ്. ഈ സെപ്റ്റോയും ബ്ലിങ്കറ്റും ഒക്കെ ഒരു ഓൺലൈൻ ആപ്പാണ്. ഈ ഇളനീരും ഫുഡ് ഡെലിവറിയൊക്കെ ചെയ്യുന്നൊരു ഓൺലൈൻ ആപ്പാണ്. അവരുടെ പ്രൈസുമായിട്ട് ഇവർ കമ്പാരിസൺ ചെയ്താണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രൈസ് എഴുതിയിട്ട് ഈ കടയിൽ എത്ര രൂപയ്ക്കാണ് ഇളനീര് വിൽക്കുന്നതെന്നും കൂടെ എഴുതിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് കയറി ഇളനീരെല്ലാം കുടിക്കുന്നുമുണ്ട്. അവർക്ക് നല്ലൊരു സെയിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവരെ സംബന്ധിച്ച് വേറെ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കാരണം അവരൊരു ബിൽഡിംഗ് എടുത്തിട്ടില്ല, വേറെ കടയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. രാവിലെ ഈ ഇളനീര് കൊണ്ടുവെക്കും, വൈകുന്നേരം ആകുമ്പം അത് തീരും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പിന്നെ അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവെക്കും. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറെ മുറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആകെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇളനീര് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സെയിൽ എപ്പോൾ തീരുന്നോ അപ്പോൾ അവർ പണി നിർത്തി വീട്ടിൽ പോകും. അതുമാത്രമല്ല, ഈ ഒരു വില കുറച്ച് കാണിക്കുന്നത് വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് എന്തൊരു വലിയ സംഭവമാണെന്ന് തോന്നും. കാരണം ഒരു പ്രൊഡക്റ്റ് ഇത്ര വില കുറച്ച് കിട്ടുക എന്നറിയുമ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെ കൂടുതലായിട്ട് കയറുന്നതുകൊണ്ട് അവർക്ക് കച്ചവടം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ഈ ഒരു മാർക്കറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നത് തന്നെയാണ്. ഏതൊരു ബിസിനസ് ആയാലും ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾക്ക് പല രീതിയിൽ ആവിഷ്കരിച്ച് പ്രാപ്തമാക്കാൻ കഴിയും. ഇതുതന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും വലിയൊരു സെയിലിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.